നമ്മുടെ ജോർജ് കുട്ടി ആൻഡ് ഫാമിലി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, മലയാളി പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ. ദൃശ്യം 1-നും ദൃശ്യം 2-നും ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ മീന, എല്ലാ കാലത്തെയും സൂപ്പർ കോംബോ മോഹൻലാൽ മീന ജോഡിയുടെ ദൃശ്യം 3 അങ്ങനെ എന്തായാലും ഇന്ന് അതിറങ്ങി. മലയാളികൾ കാത്തിരുന്ന ദൃശ്യത്തിൻ്റെ 3ാമത്തെ വേർഷൻ. കാരണം ജിത്തു ജോസഫ് അത്രമേൽ ത്രില്ലടിപ്പിച്ചിട്ടുണ്ടല്ലോ ദൃശ്യം 1-ഉം ദൃശ്യം 2-ഉം ഒക്കെ മലയാളികളെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രമേൽ കട്ട വെയിറ്റിംഗ് ആയിരുന്നു നമ്മളെല്ലാം. ഫൈനലി അത് കണ്ടു. നമ്മുടെ ഇതിനു മുമ്പുള്ള 1-ലും 2-ലും ഒക്കെ പോലെ തന്നെ ജോർജ് കുട്ടി ഇവിടെയും പുള്ളിയുടെ സ്വഭാവത്തിന് ഇപ്പോഴൊരു മാറ്റം വന്നിട്ടില്ല. പ്രായം കുറച്ചായെങ്കിലേ ഇപ്പം 1-ഉം 2-ഉം ഒക്കെ ഇറങ്ങി 3 ഇറങ്ങിയപ്പോൾ പ്രായം എത്ര ആയെങ്കിലും 1-ലെ അതേ സ്വഭാവം പുള്ളി ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ജോർജ് കുട്ടി. അതുകൊണ്ട് ഇവനെ ജയിക്കാനാവില്ല എന്ന് നമ്മുടെ മുരളി ഗോപി പറഞ്ഞ പോലെ, ദൃശ്യം പാർട്ട് 2 പറഞ്ഞ പോലെ, ആ സ്വഭാവം പുള്ളിയിലെ ആ സ്വഭാവമാണ് 1-ലും 2-ലും 3-ലും എല്ലാം നിഴലിക്കുന്നത്. ആ സ്വഭാവത്തിനൊരു മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ടാണ് മലയാളി പ്രേക്ഷകർ ഇടിച്ച് ഫാമിലിയായിട്ട് ഇവിടേക്ക് പോകുന്നത്, തിയേറ്ററിലേക്ക് പോകുന്നതും പുള്ളിയുടെ ആ ഒരു വൃത്തികെട്ട സ്വഭാവം കൊണ്ടാണ്. ഫാമിലി ഈ കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഇപ്പോഴും അതിൻ്റെ പുതിയ വേർഷൻസ് വരാനായിട്ട് കാത്തിരിക്കുന്നത്. ആ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല പുള്ളിക്ക് കേട്ടോ. ജിത്തു ജോസഫാണല്ലോ പുള്ളിയെ ഈ സ്വഭാവത്തിന് അടിമയാക്കി. എന്തായാലും അങ്ങനെ ദൃശ്യം 3 ഇറങ്ങി. ദൃശ്യം 3 കണ്ടു. ദൃശ്യം 1-ഉം 2-ഉം ഒക്കെ പോലെ തന്നെ 3-യും വളരെ നല്ലൊരു ത്രില്ലറാണ്. വളരെ സാവധാനത്തിൽ തുടങ്ങി നല്ല ത്രില്ലിങ്ങിൽ തന്നെ അവസാനിക്കുന്ന വളരെ നല്ലൊരു ത്രില്ലറാണ്. അതിൻ്റെ ആ ഒരു ജിത്തു ജോസഫിൻ്റെ കഴിവുകൾക്കും ജോർജ് കുട്ടിയുടെ കഴിവുകൾക്കും സ്വഭാവത്തിൻ്റെ വിശേഷങ്ങൾക്കും ഒന്നും വ്യത്യാസങ്ങളൊന്നും വരാതെ തന്നെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ദൃശ്യം 1-നെയും 2-നെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2 ഒക്കെ കുറച്ചുകൂടെ ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനെ കമ്പാരിസണില്ലാതെ ചിന്തിച്ചാൽ ഇത് സൂപ്പർ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടപ്പം. അത് കണ്ടവരും പലരും അത് തന്നെയാണ് അഭിപ്രായം പറഞ്ഞതും. എന്തായാലും മലയാളി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും നിരാശരാക്കിയിട്ടില്ല. ഇപ്രാവശ്യവും ജിത്തു ജോസഫ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും അഭിനയവും എല്ലാം മൊത്തത്തിൽ സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് പോയി കാണാനുള്ള ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട് ജിത്തു ജോസഫ് ഇതിലേതായാലും. അപ്പം എല്ലാവരും കുടുംബത്തോടെ പോയി ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യും. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണെന്നൊരു തോന്നലാണ്. കാരണം നമ്മൾ സിനിമ കാണുമ്പോഴും കണ്ടിറങ്ങുമ്പോഴും ഒരു മനുഷ്യന് കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, ആ ഫീലും ആ ഒരു സസ്പെൻസും ആ ത്രില്ലിങ്ങും ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെൻറ്റ്, ഇതുപോലുള്ള ഇമോഷൻസും എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 2 ആയിരിക്കും ഇതിനെക്കാട്ടി ഒരു പക്ഷേ ഇച്ചിരി കൂടെ മേളിൽ നിൽക്കുന്നത്. അത് കമ്പയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ. കമ്പയർ ചെയ്തില്ല, ഇതും വളരെ നല്ലൊരു മൂവി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതെ, ജിത്തു ജോസഫ് ദൃശ്യം 2 പറഞ്ഞ അതേ സ്വഭാവത്തിൻ്റെ തുടർച്ചയാണ് ഈ 3-ലും കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റ് കഥയിലേക്കോ അതിൻ്റെ തുടക്കം ഒടുക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു കയറുന്നില്ല. കാണാനുള്ളവർക്ക് അവരുടെ ത്രില്ല് നഷ്ടപ്പെടുത്താതിരിക്കാൻ. പിന്നെ ഇതിൻ്റെ അവസാനം പറഞ്ഞ പോലെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു വേർഷൻ കൂടെ അതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കട്ട ഹീറോയിസത്തിനപ്പുറം. അതാണ് ഞാൻ പറഞ്ഞത്, അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇതെന്തായാലും ഒരു സൂപ്പർ ത്രില്ലർ മൂവിയാണ്. കണ്ടാൽ ആർക്കും നിരാശരാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനിപ്പോൾ ഓൺ ദ വേ ബാക്ക് ടു ഹോമാണ് സിനിമ കണ്ട് കഴിഞ്ഞിട്ട്. അപ്പം നിങ്ങൾ കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുക.